എടാ, വഖഫ് ഭേദഗതി പാസ്സായിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ പെടൂട്ടോ. എന്റെ നിന്റെയൊക്കെ തലയ്ക്ക് മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു വാളാണ്. വഖഫ് ആക്ടിനെതിരെ നമ്മൾ ഒന്നിച്ചു നിന്നേ പറ്റൂ. നിനക്കൊരു കാര്യം അറിയോ? മുനമ്പത്തെ മനുഷ്യർ അനുഭവിക്കുന്നത് നമ്മുടെ നീതിക്ക് വേണ്ടി കൂടിയാ. സത്യം. പക്ഷേ പാവപ്പെട്ടവന്റെ നീതിക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരുത്തനെയും കാണുന്നില്ലല്ലോ. അത് ശരിയാ. എന്നാലും ബബബെ അടിക്കാതെ നമുക്ക് വേണ്ടി വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ ചിലരൊക്കെയുണ്ട്. ആ അമലേ, എന്തായടാ? എന്താവാനാടാ, അപ്പം വലയെറിഞ്ഞുണ്ടാക്കിയതാ. അതിപ്പോ കുറെ പേര് വല വീശി പിടിക്കാൻ വന്നേക്കുന്നു. നിനക്കറിയാലോ, വീടിന്റെ ആധാരം പണയം വെച്ച് പെങ്ങടെ കല്യാണം നടത്താനിരുന്നത് അച്ഛൻ. അതിനുവേണ്ടി പോയി കഴിഞ്ഞപ്പോ അവര് പറയാ വഖഫ് ബോർഡിന്റെ പെർമിഷൻ മേടിച്ചോണ്ട് വരാൻ. അച്ഛനാണെങ്കിൽ ആകെ തകർന്നിരിക്കുക. എവിടെയും പോയി ചത്താലോന്ന് ആലോചിക്കാൻ ഞാൻ. എടാ, നീയൊന്നും മിണ്ടാതിരുന്നേ. ഭൂമി വഖഫ് ബോർഡിന്റെ അധീനതയിലാണെങ്കിൽ അത് അൺകണ്ടീഷണൽ ആവണം. മുനമ്പം പ്രശ്നത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത് കണ്ടീഷണൽ അല്ലേ? നീ പേടിക്കൊന്നും വേണ്ട. ഇതേ സാക്ഷര കേരളമാണ്. ഇവിടുത്തെ സിസ്റ്റേ ജനാധിപത്യ. ജനങ്ങൾ കൂടെ ഉണ്ടാവും. അല്ല, അച്ഛനെവിടെ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയതാ. നീ ധൈര്യമായിട്ടിരിക്കെ. എന്ത് വന്നാലും നമ്മൾ ഒന്നിച്ചു നേരിടും. പ്രളയകാലത്തെ കേരളത്തിന്റെ സൈന്യത്തിന് വേണ്ടി. ഓക്കെ, എന്തായാലും നീ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങ്, നമുക്കൊന്ന് കാണാം. കാര്യങ്ങളൊക്കെ ഡേവിസ് മാഷിനോട് പറഞ്ഞിട്ടില്ലേ? താങ്ക്സ് ഡാ. മാഷേ, നമസ്കാരം. മാഷ കണ്ട പോകുന്നത്? ഞാനേ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. മാഷേ, അറിയാലോ, നമ്മുടെ സ്ഥാനാർത്ഥിയാ. നമ്മുടെ ചിഹ്നവും മാഷിന് അറിയാലോ. ഓ, മാഷനെ സഹായിക്കണം. സ്ഥാനാർത്ഥിയാണ്, മറക്കരുത്. ഈ വോട്ടിന് വേണ്ടി ഞങ്ങളുടെ മുമ്പേ ഒന്ന് കൈകൂപ്പി ഓച്ചാനിച്ച് നിൽക്കുമ്പോ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ചോര നീരാക്കി മേടിച്ച ആധാരം പണയം വെച്ച് മോളെ കെട്ടിക്കാൻ വഴി തേടുമ്പോ വഖഫ് ബോർഡിന്റെ പെർമിഷൻ വേണം പോലും. പാർലമെന്റിലായാലും പഞ്ചായത്തിലായാലും ആരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ? ഉന്നതത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും മുൻനിര മാധ്യമങ്ങൾക്കും ഒരുതരം മൗനമായിരുന്നു. എന്തായാലും ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ചങ്കൂറ്റമുള്ളവർക്ക് ഈ വിരലടയാളം പതിയും. പക്ഷെ വേറൊരു കൂട്ടരുണ്ട്, ഈ നാക്കുകൊണ്ട് പല പ്രാവശ്യം കൊന്ന് തെരുവിലേക്കിട്ടവരാ. അവരുണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ. പോട്ടെ, ഈ പറഞ്ഞതൊക്കെ ഏതായാലും കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്നവന്റെ വേദനയും അവകാശമാണെന്ന് ഓർത്താൽ മതി. വാ സാറേ. മുനമ്പത്ത് മാത്രമല്ലെന്ന്, മാനന്തവാടിയിലൊരു മുസ്ലിം ഫാമിലിക്ക് അടക്കുക ഈ ആളെ കൊല്ലി നോട്ടീസ് തന്നേക്കണേ. എടാ, നിനക്കറിയോ, എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ കുറച്ച് സ്ഥലം മേടിക്കാൻ പൈസ അഡ്വാൻസ് കൊടുത്തിരുന്നു. അഡ്വാൻസ് അച്ഛൻ തിരിച്ചു മേടിച്ചു. ഇത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് എപ്പോഴേ ഇറങ്ങാൻ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ. മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഓരോ മതനിയമങ്ങൾ. അതെ അതെ, ഇനി അവരുടെ അടുത്തുനിന്ന് ഭൂമി മേടിക്കാൻ എല്ലാവരും ഒന്ന് മടിക്കും. എന്താ ഡേവിസ്, നീ എന്നെ കാണുമെന്ന് പറഞ്ഞു വന്നിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? മാപ്പറിയിക്കാത്ത കള്ളക്കഥകളാച്ചോ തെരുവിക്കൂടെ നടന്ന് നിങ്ങളെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചത്. എല്ലാം നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അതേ തെരുവിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് കാണുമ്പോഴാ. ഡേവിസേ, ഇതൊക്കെയാണോ പൗരോഹിത്യ ജീവിതത്തിന് ഒരു ആഢ്യത്വം നൽകുന്നത്? ഡേവിസേ, ഈ കണ്ണീരിനൊരു നീതി ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി കൂടി പൊരുതാനുള്ളതാണ് ഈ പൗരോഹിത്യം. ഇനിയിപ്പോൾ പാവപ്പെട്ടവന്റെ നീതിക്ക് വേണ്ടി തെരുവിലാണ് അന്ത്യമെങ്കിൽ അങ്ങനെ. എന്റെ ക്ലാസ്മേറ്റ് ആയ ഒരാൾ സ്ഥാനാർത്ഥിയാണെന്ന് കേട്ടപ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അതെ അതെ, വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാ മതി. അതേറ്റു. പക്ഷേ ഈ സ്ഥാനാർത്ഥികളൊക്കെ വലിയ പാർലമെന്റ് അംഗമാവുമ്പോഴേ സാധാരണക്കാരന്റെ നിലവിളികളും അവകാശങ്ങൾക്കും ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിന്റെ വില പോലും ഉണ്ടാകാറില്ല. എന്റെ ക്ലാസ്മേറ്റ് എന്തായാലും അങ്ങനെ ആവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും കൂടെ പഠിച്ച കന്യാസ്ത്രീയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ധൈര്യമായിട്ട് ചോദിക്കാലോ അല്ലേ? ഷുവർ, ചോദിച്ചോളൂ. കൂടെ പഠിച്ച കൂട്ടുകാരൻ എന്തെങ്കിലും അഡ്വൈസ്? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരും ഒക്കെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോ എന്റെ അഡ്വൈസ് ഒരു 4 വരി പാട്ടായാലോ? ഓ ആയിക്കോട്ടെ, അതിനെന്താ, അല്ലേ, പാടിക്കോളൂ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. താങ്ക് യു. എന്തായാലും
ഉപദേശം കൊണ്ടതെന്റെ ചങ്കിലാട്ടോ. ഉം. കുറെ മനുഷ്യരുടെ നിലവിളികളും കണ്ണീരും എന്റെ പ്രാർത്ഥനാപായയിലേക്ക് ഇറ്റിറ്റ് വീഴുമ്പോൾ എനിക്കിത് പറഞ്ഞേ പറ്റൂ. വഖഫ് ബോർഡിന്റെ ഇരകളായവർക്കെല്ലാം നീതി വേണം. അതിന് നിയമ ഭേദഗതി വേണം. വി വാണ്ട് ജസ്റ്റിസ്.